അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് വത്സമ്മ, വീട് വള്ളിക്കോടാണ്. ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. കുഞ്ഞിന് ഒരു വർഷത്തിലധികമായിട്ട് സ്ഥിരമായിട്ട് വയറുവേദന വന്നുകൊണ്ടിരുന്നു. ആ വയറുവേദനയ്ക്ക് പല ഡോക്ടർമാർ, ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അത് മാറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം പോയി, അത് തീരെയും വ്യത്യാസം വന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പല ഡോക്ടർമാരെ കാണിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, വീണ്ടും അതിനേക്കാളും കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് ഒന്നും ഒരു ഹോസ്പിറ്റലിൽ നിന്നും അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറി ട്രീറ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരുന്നു അല്ലേ? അവസാനം അവർക്ക് വെളിയിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് എൻഡോസ്കോപ്പി, കൊറോണോസ്കോപ്പി, പിന്നെ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആ സമയത്ത് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് എടുത്തില്ല. അവസാനം ഈ ദിവസങ്ങളിൽ ഇടയ്ക്ക് മുടങ്ങിപ്പോവുകയും ചെയ്തു. മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സാഹചര്യം എനിക്ക് എന്നെ വരാൻ അനുവദിച്ചിരുന്നില്ല ആ സമയങ്ങളിൽ. അങ്ങനെ കൊച്ചിന് ഈ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. 6 വയസ്സുകാരിയാണ്. അപ്പം മയക്കിയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് വിഷമം തോന്നി. പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, അച്ഛനെ കണ്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വെളിയിൽ നിന്ന് കൊച്ചിന് എന്തെങ്കിലും ഫുഡ്, ഹോട്ടൽ ഭക്ഷണം മാത്രം മതി, വീട്ടിലെ ഭക്ഷണം വേണ്ട അല്ലേ? അതെ, വീട്ടിൽ നിന്ന് വളരെ ചെറിയ അളവിലെ ഭക്ഷണം കഴിക്കാൻ ഒത്തിരി മടിയാണ്. ഭക്ഷണം വളരെ ചെറിയ അളവിലേ കഴിക്കില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് ചിക്കൻ ബിരിയാണി വേണം, അത് ഹോട്ടലിലെ ഫുഡ് മാത്രം മതി, വീട്ടിൽ നിന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, അതിന് ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ആ ഭക്ഷണത്തോട് ഒരുതരം ആസക്തി, അഡിക്ഷൻ, ഈ മയക്കുമരുന്ന് മദ്യമൊക്കെ കഴിക്കുന്നവരങ്ങനെ ഒരു അഡിക്ഷനായി പോകാമെന്ന് പറയുന്ന പോലെ ഈ കൊച്ചിന് ഇതിനോടൊരു ആസക്തിയായിപ്പോയി. അങ്ങനെ ഈ ഫുഡ് ഒരുപാട് കഴിച്ചു. അങ്ങനെ അവസാനമാണ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച സമയത്ത് മുഖമാകെ മാറി, ഭംഗിയാകെ മാറി, അസുഖങ്ങൾ ശരീരത്തിനും പുറമേ വരാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 2:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. അതെ 3 മണി നേരത്തെ വീട്ടിലെ അമ്മ പുലർച്ചയ്ക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. പ്രാർത്ഥന നിന്നു, പ്രാർത്ഥന മുടങ്ങി. മാത്രമല്ല അവൾക്ക് ഞാൻ കൊന്ത ചെല്ലുമ്പോൾ ഒരു രഹസ്യമൊക്കെ ഒറ്റയ്ക്ക് ചൊല്ലിയിരുന്ന ആൾ ആ പ്രാർത്ഥനാ സമയത്ത് റൂമിലേക്ക് കയറാതെയായി. മടി, വാശി, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊച്ചിന് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഈ വെഞ്ചരിച്ച ഒലീവ് ഓയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 7 ദിവസം വെഞ്ചരിച്ച ഒലീവ് ഓയിൽ കൊടുത്തു. പിന്നെ ഗ്രാജുവലി ആ വേദന ഇല്ലാണ്ടായി. ഇപ്പോൾ പൂർണ്ണമായിട്ട് ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടി കൊച്ചിനോട്. അതിനുശേഷം ഹോട്ടലിൽ നിന്ന് തമാശയായിട്ട് ഞങ്ങൾ കൊച്ചിൻ്റെ ഈ മനസ്സിൻ്റെ, അതായത് അവൾ ഈ ഇങ്ങനെ അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ ഇതിൽ നിന്ന് മാറി വേണ്ട എന്നുള്ള ഒരു ഇതിലേക്ക് വന്നതെന്ന് അറിയാൻ വേണ്ടി തമാശയായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ചോദിച്ചു, ചിക്കൻ ബിരിയാണി വാങ്ങണ്ടേ ഹോട്ടലിൽ നിന്ന് ചോദിച്ചപ്പോൾ, അയ്യോ വേണ്ട, എനിക്കിനി ഒരിക്കലും ഹോട്ടലിലെ ഭക്ഷണം വേണ്ട എന്ന് ശരിക്കും അവൾ ഈ കുഞ്ഞ് പറയുണ്ടായി. ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച അച്ഛനും ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയാം.